തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ 60 റൂട്ടുകൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും പൊതുജനങ്ങളും. മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജനസദസ്സിലാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നത് വഴി സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനാകുമെന്ന് ജനസദസ്സ് ഉദ്ഘാടനം ചെയ്ത നജീബ് കാന്തപുരം MLA പറഞ്ഞു. അതുവഴി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടും. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനും ഇക്കാര്യത്തിൽ പൊതുനയം രൂപീകരിക്കുവാനും സർക്കാർ നേരിട്ട് സംഘടിപ്പിക്കുന്ന ജനസദസ്സ് വളരെ ഫലപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ പരമാവധി നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ എത്രയോ സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ പെരിന്തൽമണ്ണയിലേക്ക് കണക്ട് ചെയ്യാവുന്നതിനെ കുറിച്ച് മുസ്തഫ നേരത്തെ പറയേണ്ടായി. നമ്മളിനി പെരിന്തൽമണ്ണയിലേക്ക് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും വാഹനങ്ങൾ അനിവാര്യമാണ്, വാഹന സർവീസ് അനിവാര്യമാണ്, ബസ് സർവീസ് അനിവാര്യമാണ്. അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലും ജനങ്ങളിൽ നിന്ന് അതിന്റെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചും ആലോചിക്കാനുള്ള ഒരു മീറ്റിംഗ് ആണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ബസ് ഓപ്പറേറ്റേഴ്സും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാം അഭിപ്രായം കേൾക്കുക എന്നതാണ് ഈ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ബസ് റൂട്ടുകളുടെ നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് സോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, പ്രത്യേകിച്ചും അന്ന് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ജനകീയമായിട്ട് ഇപ്പോ ഉദാഹരണമായിട്ട് നമ്മളൊരു പഞ്ചായത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു റൂട്ട് ആലോചിക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ ഒരു ബസ് സർവീസ് നടത്താനും കൂടി തയ്യാറുള്ള ആളുകൾ വരികയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്. ആവശ്യമുള്ള റൂട്ടുകൾ കണ്ടെത്തുകയും പ്രായോഗികമായി അത് നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. പുതിയ റൂട്ടുകൾ തുടങ്ങുകയും അല്പ ദിവസത്തിനകം നിർത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാത്ത വിധം അത് കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം ജനപ്രതിനിധികളും പൊതുജനങ്ങളും ജനസദസ്സിൽ ഉന്നയിച്ചു. ഓൺലൈൻ വഴിയും പുതിയ റൂട്ടുകൾ സമർപ്പിക്കുവാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിരുന്നു. ആവശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം സെപ്റ്റംബർ 1 തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് RTO PA നസീർ അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P ഷാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് RTO M രമേഷ് വിഷയാവതരണം നടത്തി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരൻ, പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ, വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, മൂർക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ ജനസദസ്സിൽ സംസാരിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ.